ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് SCERT ആണോ അതോ റാങ്ക് ഫയൽ ആണോ നമുക്ക് വേഗത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ സഹായിക്കുന്ന ഏതാണെന്നുള്ളതാണ്. അപ്പോൾ രണ്ടിനും ഗുണങ്ങളും ഉണ്ട്. അതേപോലെ തന്നെ ചില പോരായ്മകളും ഉണ്ട്. ആദ്യം തന്നെ SCERTയുടെ കാര്യങ്ങൾ പറയാം. SCERTയിൽ നമുക്ക് ഇപ്പോൾ പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നേരിടാനായിട്ട്, അതായത് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ നേരിടാനായിട്ട് SCERT തന്നെയാണ് ഏറ്റവും നല്ലത്. കാര്യം നമ്മുടെ റാങ്ക് ഫയലിൽ അത്രയും ക്വസ്റ്റ്യൻസ് ഒന്നും അത്രയും വിശദീകരിച്ച് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ SCERT തന്നെയാണ് പുതിയ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ നേരിടാനായിട്ട് ഏറ്റവും നല്ലത്. പിന്നെ തെറ്റില്ലാത്ത വിവരം നമുക്ക് ലഭിക്കും. അതായത് അതിൽ പറഞ്ഞിരിക്കുന്നതിൽ എന്തായാലും തെറ്റുണ്ടാകത്തില്ല. കുട്ടികൾക്ക് പഠിക്കാനുള്ളതായതുകൊണ്ട് SCERT അപ്പോൾ അതിൽ എന്തായാലും തെറ്റുണ്ടാകത്തില്ല. അപ്പോൾ നമുക്ക് തെറ്റില്ലാത്ത വിവരം ലഭിക്കും. റാങ്ക് ഫയലിൽ തെറ്റുണ്ടെന്നല്ല, എന്നാലും ചില കാര്യങ്ങൾ കുറേ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ അതാ പറഞ്ഞത്. നമുക്ക് തെറ്റില്ലാത്ത വിവരം ലഭിക്കാനായിട്ട് ഏറ്റവും നല്ലത് SCERT ആണ്. പിന്നെ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നത് SCERT ആണ്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്കറിയാം കുട്ടികളുടെ ഒരു നിലവാരത്തിൽ തന്നെയായിരിക്കും ആ ടെക്സ്റ്റ് ബുക്കുകൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കത് വായിച്ച് പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത് SCERT ആണ്. പെട്ടെന്ന് നമുക്കത് മനസ്സിലാവും. അപ്പോൾ SCERT അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് SCERT പഠിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മുടെ റാങ്ക് ഫയലിൻ്റെ കാര്യം പറഞ്ഞാൽ ഒരു റാങ്ക് ഫയൽ പഠിച്ചാൽ നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും. SCERT ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കറിയാം പിന്നെ ഓരോ പിന്നെ തുടർച്ചയായിട്ട് നമുക്ക് ഒരുപാടുണ്ട്. പക്ഷേ സമയം പെട്ടെന്ന് ഇപ്പോൾ ഒരാൾക്കൊരു പെട്ടെന്ന് പഠിച്ച് തീരണമെങ്കിൽ നമുക്ക് റാങ്ക് ഫയൽ തന്നെയായിരിക്കും നല്ലത്. അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് പഠിച്ച് തീരും റാങ്ക് ഫയലിലാണെങ്കിൽ. പിന്നെ നമുക്ക് ഒരുപാട് PYQ കിട്ടാൻ സഹായിക്കുന്നത് റാങ്ക് ഫയലായിരിക്കും. ഇപ്പോൾ നമ്മുടെ റാങ്ക് ഫയലിൻ്റെ ലാസ്റ്റ് നമുക്കറിയാം ഒരുപാട് PYQ ഉണ്ട്. അപ്പോൾ റാങ്ക് ഫയലിൽ നിന്ന് നമുക്ക് ഒരുപാട് PYQ കിട്ടാനായിട്ട് റാങ്ക് ഫയലായിരിക്കും നമ്മളെ സഹായിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, നമുക്ക് ഒരുപാട് ടിപ്സുകൾ കിട്ടും. ഇപ്പം നമുക്കറിയാം, ഇപ്പം തെറ്റരുത്, ശരിയാണ്, അങ്ങനെയൊക്കെ എന്നും പറഞ്ഞ് ഒരു ബോക്സിലാക്കിയൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ റാങ്ക് ഫയലിൽ. അപ്പോൾ അതൊക്കെ അവർ കുറേ വർഷത്തെ അവരുടെ പ്രവർത്തന ഫലമായിട്ടുണ്ടാക്കുന്നതായിരിക്കും. അവർക്ക് കുറേ കാലത്തെ ഇതുണ്ടാവുമല്ലോ. അപ്പോൾ ഓരോ റാങ്ക് ഫയലിലെ ആൾക്കാർക്ക്. അപ്പോൾ അവർ കുറേ ടിപ്സുകൾ നമുക്ക് തരും. മുൻ വർഷങ്ങളിൽ ചോദിച്ചത് ഇങ്ങനെയാണ്, അങ്ങനെയാണ്, ബോക്സിലാക്കി തരുന്നതൊക്കെ നമ്മൾ പെട്ടെന്ന് നമുക്കത് കിട്ടും. അപ്പോൾ നമ്മളത് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെ റാങ്ക് ഫയലിനെ നമുക്ക് തീരെ വേണ്ടാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കുറേ കാര്യങ്ങൾ ഇപ്പോഴും റാങ്ക് ഫയലിൽ നിന്ന് നല്ല എഫക്റ്റീവായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ടിപ്സുകളുണ്ടാവും. നമുക്കറിയാലോ PYQൻ്റെ കാര്യങ്ങൾ, ബാക്കി എല്ലാ കാര്യങ്ങളും എടുത്ത് നോക്കുമ്പോഴും ഒരുപാട് ടിപ്സുകൾ നമുക്ക് കിട്ടാൻ സഹായിക്കുന്നത് റാങ്ക് ഫയൽ തന്നെയാണ്. അതിലും ടിപ്സുകളുണ്ടാവും. എന്നാൽ പോലും റാങ്ക് ഫയലിലായിരിക്കും കുറച്ചുകൂടെ ടിപ്സുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് റാങ്ക് ഫയലിലായിരിക്കും കിട്ടുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് റിവിഷൻ ചെയ്യാൻ സഹായിക്കുന്നത്, എപ്പോഴും ഇപ്പോൾ നമുക്കൊരു എക്സാം വന്നു നമുക്ക് പെട്ടെന്ന് റിവിഷൻ ചെയ്യണമെന്ന് വെച്ചാൽ അതിന് സഹായിക്കുന്നത് നമുക്ക് റാങ്ക് ഫയൽ തന്നെയാണ്. പെട്ടെന്ന് റിവിഷൻ ചെയ്യാൻ സഹായിക്കുന്നത്. SCERT എന്ന് വെച്ചാൽ ഒരുപാടുണ്ട്. നമുക്ക് എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും നമുക്ക് എടുത്തു വെക്കണം. ഗൈഡുകളുണ്ട്. എന്നാൽ പോലും പെട്ടെന്ന് നമ്മുടെ ഓരോ ടോപ്പിക് അനുസരിച്ചും സിലബസ് അനുസരിച്ചും ഒക്കെ റിവിഷൻ ചെയ്യാൻ സഹായിക്കുന്നത് നമുക്ക് റാങ്ക് ഫയൽ തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ റാങ്ക് ഫയലിൽ നമുക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ, നമുക്ക് എടുത്ത് നോക്കാനായിട്ടൊക്കെ പറ്റുന്നതൊക്കെ റാങ്ക് ഫയലാണ്. പിന്നെ അപ്പോൾ രണ്ടിൻ്റെയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായല്ലോ. പിന്നെ രണ്ടിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റേറ്റ്മെന്റ് തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന് നമുക്ക് റാങ്ക് ഫയലിൽ ഇപ്പോൾ ഉണ്ട്. പക്ഷേ എന്നാൽ പോലും കുറച്ചുകൂടെ നമുക്ക് വിശദീകരിച്ച് കൊടുക്കുന്നതും, അതേപോലെ തന്നെ റെയർ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ വരുന്നതും. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് റെയർ ക്വസ്റ്റ്യൻസ് വരുന്നതൊക്കെ ഇപ്പോൾ SCERTയിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ റാങ്ക് ഫയലിലും അതേപോലെ തന്നെ ഗൈഡുകളിലും ഒക്കെ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ SCERT ടെക്സ്റ്റ് കുറച്ചുകൂടെ നന്നായിട്ട് പഠിച്ച് ചില പോയിന്റ്സുകളൊക്കെ എല്ലാം ഒന്നും നമുക്ക് ഗൈഡിലും അതേപോലെ തന്നെ ഇതിലൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് പഠിക്കണമെങ്കിൽ നമ്മൾ റാങ്ക് ഫയൽ തന്നെ പഠിക്കണം. അപ്പോൾ നമുക്ക് പിന്നെ രണ്ടും നല്ലതാണ്. എന്നാൽ പോലും കുറേ വർഷങ്ങൾ, പുതിയ രീതിയിലുള്ള വർഷങ്ങളൊക്കെ ചിലപ്പോൾ ഇതിലായിരിക്കും വരുന്നത്. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ രണ്ടും പഠിക്കുക. ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ വെച്ചിട്ട് ബാക്കി SCERT ടെക്സ്റ്റ് വെച്ച് പഠിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഒക്കെ ഒരുപോലെ ആയിരിക്കും.
എന്നാലും രണ്ടിനും ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.